ശ്രീവിഘ്നരാജം ഭജേ ശ്രീവിഘ്നരാജം ഭജേ ശ്രീവിഘ്നരാജം ഭജേ. ഭക്തി എന്താണ് എന്ന് ഇതിനകത്തുള്ളവര് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കണം. ഭക്തി എന്ന് പറയുന്നത് 5+1 6 തരത്തിലുണ്ട് ഭക്തി. ഒന്നാമത്തെ ഭക്തി ശാന്ത ഭാവ ഭക്തി. എന്തായാലും പറയാ ശാന്ത ഭാവ ഭക്തി. വിളക്ക് വെച്ച് ദുർഗാദേവിയെ ആവാഹിച്ച് മുമ്പിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശ്വര, ദേവി, അമ്മേ എല്ലാം അവിടത്തേക്ക് അർപ്പിക്കുകയാണ്. അപ്പൊ ദേവി ചോദിച്ചു എന്ന് വിചാരിക്കാം, തനിക്ക് എന്തൊക്കെയാ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, അവിടുത്തെ ഉപാസകനായിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുക. അപ്പൊ പിന്നെ എന്തിനാ എന്നെ ആവാഹിച്ചു കൊണ്ടുവന്നത്? വെറുതെ കൊണ്ടുവന്നു. അതിനെന്താ പറയാ? ശാന്തഭാവ ഭക്തി. ശാന്തഭാവ ഭക്തി. വിതുരന് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി അതാണ്. ശ്രീകൃഷ്ണൻ വരുമ്പോൾ വിതുരൻ തൊഴുതുകൊണ്ട് മാറി നിൽക്കും. വിതുരനൊന്നും ചോദിക്കില്ല, ഒറ്റക്ഷരം ചോദിക്കില്ല. അക്രൂരന് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തിയും ശാന്തഭാവ ഭക്തിയാണ്. ഒരു പരിധിവരെ വിഭീഷണന് ശ്രീരാമനോടുണ്ടായിരുന്ന ഭക്തിയും ശാന്തഭാവ ഭക്തി. മനസ്സിലായല്ലോ? ശാന്തഭാവ ഭക്തി. ഈശ്വരനെ വിളിച്ച് ഒന്നും വേണ്ട, വെറുതെ മനസ്സിലുണ്ടാവണം അങ്ങ് എന്ന് പറയാ. അടുത്തത് എന്താണ്? ദാസ്യഭാവ ഭക്തി. ദാസ്യഭാവ ഭക്തി. ഹനുമാന് ശ്രീരാമനോടുണ്ടായിരുന്ന ഭക്തിക്ക് പറയുന്ന പേര് ദാസ്യഭാവ ഭക്തി. ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുന്ന് എന്റെ യജമാനനാണ്. കുചേലന് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണനോട് തോന്നിയ ഭക്തി ദാസ്യഭാവ ഭക്തിയ. എന്താ കാരണം? അടിയന്റെ കയ്യിൽ ഒന്നുമില്ല, വെറും കുഴപ്പാണ്. കൃഷ്ണന്റെ കൂട്ടുകാരനാണ് കുചേലനെന്നറിയാമല്ലോ എല്ലാവർക്കും, ഇല്ലേ? അതറിയാന്ന് ഞാനങ്ങ് തെറ്റിദ്ധരിക്കുക. ഏതായാലും ആ കുചേലന് കുറേ കഴിഞ്ഞിട്ട് ആ ശ്രീകൃഷ്ണൻ അനുഗ്രഹം കൊടുത്തത്. അപ്പോ ഒരാളോട് എന്നോട് ചോദിച്ചു, ഇത്രയും വലിയ കൂട്ടുകാരാണെങ്കിൽ ഇത്ര നരകയാതന നടത്തിയിട്ട് വേണ്ടിയിരുന്നോ ഇത്രയും അനുഗ്രഹം കൊടുക്കാൻ? നേരത്തെ കൊടുത്തൂടെ? അത് ശരിയല്ലല്ലോ ദാമോദരൻ നായരെ. അവിടെ അങ്ങനെ പെട്ടെന്ന് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? എന്നാ പിന്നെ പതുക്കെ കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? എന്തിനാ ഇത്രയും കുട്ടികളെ ഉണ്ടാക്കിയത്? അപ്പൊ ഒന്ന് അനുഭവിക്കണേ. അപ്പൊ അനുഭവിച്ച് പരമകാഷ്ഠയിൽ എത്തിയതിന് ശേഷം മൂക്കുകൊണ്ട് ഇക്ഷ ഇങ്ങ ഇണ്ണ അറിയാമല്ലോ, ഇല്ലേ? അത് വരപ്പിച്ചതിന് ശേഷമേ കൊടുക്കുള്ളൂ. ആദ്യം ആലോചിക്കേണ്ടിയിരുന്നു. അപ്പൊ ഒന്നും ആലോചിച്ചില്ല. അവിടെയാണ് കുഴപ്പം. അവിടെ എത്തിയപ്പോ കൃഷ്ണന്റെ മുമ്പിൽ വന്ന് സുധാമാവ് എന്ന കുചേലൻ അടിയനൊന്നുമില്ല എന്ന് പറയാൻ വിട്ടുപോയി. ദാസ്യഭാവ ഭക്തി. ശാന്തഭാവം, ദാസ്യഭാവം. അടുത്തത് സഖ്യഭാവ ഭക്തി. സഖ്യഭാവ ഭക്തി. അർജുനന് കൃഷ്ണനോട് തോന്നിയിരുന്നത് ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി. എടോ കൃഷ്ണ, എടോ നായരെ എന്ന് വിളിക്കുന്ന മാതിരി ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, കൂട്ടുകാര എന്ന് വിളിച്ച ഭക്തിയാണ് അവിടെ. കുറെ കഴിഞ്ഞപ്പോൾ വിഭീഷണന് ശ്രീരാമനോട് തോന്നിയിരുന്ന ഭക്തിയും സഖ്യഭാവ ഭക്തിയാണ്. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സാണ് എന്ന ഭക്തിയാണ്. സുഗ്രീവന് ശ്രീരാമനോട് തോന്നിയിരുന്ന ഭക്തി ലേറ്റർ സ്റ്റേജസില് അങ്ങക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അങ്ങയുടെ സുഹൃത്തായ ഞാൻ
അങ്ങയുടെ കൂട്ടത്തിലുണ്ടാവും. എന്താ ഭക്തിയുടെ പേര്? സഖ്യഭാവ ഭക്തി. ശാന്തഭാവം, ദാസ്യഭാവം, സഖ്യഭാവം, വാത്സല്യഭാവ ഭക്തി. കേട്ടിട്ടുണ്ടോ? നിറന്ന പീലികൾ നിരക്കവേ കുത്തി, നെറുകയിൽ കുത്തി ചിരാമോടു കെട്ടി, കരിമുകിലൊത്ത ചികൂര ഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും. ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? വാത്സല്യഭാവം അല്ലേ? ദേവകിക്കും നന്ദഗോപർക്കും അവിടെയുള്ള വലിയ വലിയ ആൾക്കാർക്കെല്ലാം കൃഷ്ണനോട് തോന്നിയിരുന്ന ഭക്തി വാത്സല്യഭാവ ഭക്തി. അർത്ഥം മനസ്സിലായി? ശാന്തം മറക്കരുത്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ശാന്തഭാവം, സഖ്യഭാവം, ദാസ്യഭാവം, അതുപോലെ തന്നെ വാത്സല്യഭാവം. ലാസ്റ്റ് വൺ മാധുര്യഭാവ ഭക്തി. ഗോപികമാർക്ക് ശ്രീകൃഷ്ണനോട് തോന്നിയിരുന്ന ഭക്തി മാധുര്യഭാവ ഭക്തി. മീരാദേവിക്ക്, ഭക്തകവി മീരാദേവിക്ക് ശ്രീകൃഷ്ണനോട് തോന്നിയിരുന്ന ഭക്തി മാധുര്യഭാവ ഭക്തി. ത്യാഗരാജന് ശ്രീരാമനോട് തോന്നിയിരുന്ന ഭക്തി വാത്സല്യഭാവ ഭക്തി. ത്യാഗരാജന് ശ്രീരാമനോട് തോന്നി, എടാ ശ്രീരാമ എൻ്റെ അടുത്ത് നീ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ത്യാഗരാജൻ എത്ര ദിവസമായിടാ കാത്തു നിൽക്കുന്നു, നിനക്ക് എൻ്റെ അടുത്ത് വരാൻ ഇപ്പോഴും സമയമായില്ലേ കുട്ടി, എന്താ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് അപ്പൂപ്പൻ കൊച്ചുമക്കളോട് പറയുന്ന മാതിരി ത്യാഗരാജൻ ശ്രീരാമനോട് പറഞ്ഞത് വാത്സല്യഭാവ ഭക്തി. എത്ര രസാണല്ലേ 4 ഭാവഭക്തി. ചിലപ്പോൾ ചിലർക്ക് തോന്നാറുണ്ട് ക്രിസ്ത്യാനി ആയാ മതിയെന്ന്. എന്താ കാരണം? ഒറ്റ ഭാവഭക്തിയേ ഉള്ളൂ. ഗോഡ് ഫിയറിങ്. ദൈവത്തിനെ കാണുമ്പോ പേടിയ, അതൊറ്റ ഭാവമേ ഉള്ളൂ. ഗോഡ് ഫിയറിങ് ഇങ്ങനെയല്ലേ പറയാ? ഹീസ് എ ഗോഡ് ഫിയറിങ് മാൻ. പോലീസുകാരെ ആർക്കാ പേടിയുള്ളത്? ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ദൈവത്തിനെ ആർക്കാ പേടിയുള്ളത്? അതേ കാറ്റഗറി. അതുകൊണ്ടാണ് ഗോഡ് ഫിയറിങ്. നമുക്കിവിടെ ദൈവത്തിനോട് ഭയത്തിന്റെ പ്രശ്നം ഉദിക്കണില്ല. ദൈവത്തിനോട് നമുക്കുള്ളത് ഭക്തിയാണ്. ഇനി 6ാമത്തെ ഒരെണ്ണമുണ്ട്. 5+1 എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 5+1. 6ാമത്തേത് ബഹുരസാണ്. ശത്രുഭാവ ഭക്തി. എന്തായാലും പറയാ? ശത്രുഭാവ ഭക്തി. ദൈവം എന്റെ ശത്രുവാണ്. അങ്ങനെയും ഒരു ഭക്തി ഈ നാട്ടിലുണ്ട്. വെറുതെ അല്ല ഈ നാട് മുടിഞ്ഞു പോവാത്തത്. ദൈവത്തിനെ ശത്രുവായിട്ട് തീർക്കാം. ജോസഫ് എടമറുക മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലത്തെ ദിവസം വൈകുന്നേരം രാത്രി 8:10 ഇന്ത്യ വിഷനിലൂടെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ വാഗ്വാദമല്ല സംവാദം ഉണ്ടായിരുന്നു ഇന്ത്യ വിഷനിലൂടെ. അതില് അദ്ദേഹം അവസാനം പറഞ്ഞത് മൊത്തം ശബരിമലയെക്കുറിച്ചാ. അപ്പൊ എനിക്ക് തോന്നി അങ്ങേര് മോക്ഷത്തിനേ പോവുള്ളൂ. മരിക്കുന്നതിന്റെ മുമ്പിലത്തെ ദിവസം മൊത്തം ശബരിമലയെക്കുറിച്ച് പറയാനുള്ള ഭാഗ്യം ഉണ്ടാവുക. അപ്പൊ ഈശ്വരനോട് ശത്രുഭാവം ഉണ്ടെങ്കിലും അവസാനം മോക്ഷത്തിന് പോകുന്ന ഒരു രാജ്യമാണ് ഇത്. എന്താ കാരണം? ഈ ശത്രുഭാവത്തിലുള്ള വ്യക്തിക്ക് എപ്പോഴും ഈശ്വരൻ എന്ന ചിന്തയേ ഉള്ളൂ. എന്താ കാരണം? അതില്ല എന്ന് പറയണം. അതല്ലേ? ഈശ്വരൻ ഇല്ല എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. കംസന് കൃഷ്ണനോട് ഭയങ്കര ദേഷ്യ. അപ്പൊ കംസന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ആരാണ്? കൃഷ്ണനാ ഉണ്ടായിരുന്നത്. അത് തന്നെയല്ലേ ഭക്തി. അപ്പൊ നോക്കുക, ശത്രുഭാവ ഭക്തി. കംസന് മോക്ഷം നൽകി കൃഷ്ണൻ. രാവണന് ശ്രീരാമൻ മോക്ഷം നൽകി. കേട്ടിട്ടുണ്ടാവില്ലേ? രാമായണം നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തില് ഈ രാവണൻ അസ്ത്രമേറ്റു മറഞ്ഞു വീണതും ഒരു ചൈതന്യം അതിൽ നിന്ന് ശ്രീരാമന്റെ അടുത്ത് വന്ന് ശ്രീരാമനിൽ വലയം പ്രാപിച്ചു. ശ്രീരാമനെ സ്പർശിച്ചതും ശ്രീരാമൻ പുറകോട്ട് മറിഞ്ഞു വീണു എന്നുള്ളതാണ് വാൽമീകി രാമായണം. എന്തുകൊണ്ടാ മറിഞ്ഞു വീണത്? അവസാനം ശ്രീരാമനെ അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാ മറിഞ്ഞു വീണത്? ശ്രീരാമൻ പറഞ്ഞത് എന്താ അറിയോ? ലോകത്തിലെ പരമനായ ഭക്തനാണ് രാവണൻ. ആ രാവണന്റെ ആത്മചൈതന്യത്തിന്റെ ഇമ്പാക്ട് എനിക്ക് താങ്ങി നിർത്താൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ വീണത്. അപ്പൊ അത്രയും ഭക്തൻ. അവിടെ ശത്രുഭാവ ഭക്തി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിവരിച്ചിരിക്കുന്നത്.
പൂതനാമോക്ഷം. കേട്ടിട്ടുണ്ടാവില്ലേ? പൂതനയ്ക്ക് എന്താ ചെയ്തത്? എങ്ങാനും അമ്മച്ചി അമേരിക്കയിലാ ജനിച്ചിരുന്നെങ്കിൽ കുതിരയുടെ കാലിൽ കെട്ടിയ പൂതനയെ വലിച്ചു റോട്ടിൽ കൂടെ ഇഴയ്ക്കുമായിരുന്നു. ഇവിടെ പൂതനയ്ക്ക് മോക്ഷം കൊടുത്ത ശ്രീകൃഷ്ണൻ. ശത്രുഭാവ ഭക്തി. എത്ര ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഒരു ദിവസം ഒരു ഫുൾ ഡേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ചിലത് നമ്മൾ അറിഞ്ഞുകൂടാ, നമുക്ക് ജനറൽ അറിയാം. പക്ഷെ അതിഗഹനമായത് അറിയുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്തു പറ്റും? ചിലപ്പോൾ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട്. സാറേ, ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യാം? തനിക്ക് എത്രയുണ്ട്? എനിക്ക് ഒരെണ്ണേ ഉള്ളൂ സാറേ. ഉറപ്പാണോ? ഉറപ്പാണ്. പിന്നെന്തിനാ താൻ ബാക്കിയുള്ളവരെ കുറിച്ച് വിഷമിക്കുന്നത്? അല്ല, ഒരാൾ ചോദിച്ചത് ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരൊന്നും ഇല്ല. അത് ഭൗമാസുരന്റെ തടവലയിൽ നിന്ന് ആ സ്ത്രീകളെ മോചിപ്പിച്ചപ്പോൾ ആ സ്ത്രീകളെ സമൂഹം സ്വീകരിച്ചില്ല. അവര് കൃഷ്ണനോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു, ആരും സംരക്ഷിക്കാനില്ല. ഈ ഭൗമാസുരന്റെ തടവറയിൽ കിടന്നതുകൊണ്ട് ഞങ്ങൾക്ക് സമൂഹം അംഗീകാരം നൽകുന്നില്ല, സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ജയിലിൽ വീണ്ടും ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ഇവർക്ക് രാജപത്നിമാരുടെ സ്റ്റാറ്റസ് കൊടുക്കുക ചെയ്തത്. രാജപത്നിമാരുടെ സ്റ്റാറ്റസ് കൊടുത്തു. അതനുസരിച്ച് കുറെ കഴിഞ്ഞപ്പോ സമൂഹം അവരെ അംഗീകരിച്ചു. ഇതുമാതിരി വേറൊരാൾ ചെയ്തിട്ടുണ്ട്. 1949 മാവോ സേത്തുങ് ചൈനയിൽ അധികാരം ഏറ്റെടുത്തപ്പോൾ ജയിലിലുണ്ടായിരുന്ന സ്ത്രീകളെ വിട്ടപ്പോൾ അവരുടെ ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നില്ല, മാതാപിതാക്കളെ സ്വീകരിക്കുന്നില്ല. ജയിലിൽ കിടന്ന സ്ത്രീകളെ അവരുടെ കുടുംബക്കാര് സ്വീകരിക്കാതെ വന്നപ്പോൾ അവർ മാവോ സേത്തുങ്ങിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം തരാനോ സംരക്ഷണം തരാനോ ആരുമില്ല. അപ്പൊ മാവോ സേത്തുങ് എന്ത് ചെയ്തു? നാഷണൽ വിമൻ സ്റ്റാറ്റസ് NWS സർട്ടിഫിക്കറ്റ് കൊടുത്തു. നാഷണൽ വിമൻ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ജോലിയിൽ റിസർവേഷൻ, ഇൻകം ടാക്സിൽ റിഡക്ഷൻ, സെയിൽ ടാക്സിൽ പ്രൊട്ടക്ഷൻ, അങ്ങനെ കുറെ കാര്യം കൊടുത്തു. 2 വർഷം കൊണ്ട് 10,000-40,000 ചൈനയിലെ സ്ത്രീകള് അവർക്ക് സമൂഹം അംഗീകാരം നൽകി. ഇതാ ശ്രീകൃഷ്ണൻ 51.5 നൂറ്റാണ്ട് മുമ്പ് ചെയ്തത്. ഇതറിയാതെ നമ്മൾ എന്ത് ചെയ്യും? ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ. ഇനി ഞാൻ ഒരു ഭാര്യ ഉണ്ടായിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഇവിടം വരെ വരാൻ പറ്റണില്ല. പിന്നെയാണ് 16,008 കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ അറിയേണ്ട സയന്റിഫിക് വസ്തുതകളാണ്, കുക്ക്ഡ് ഫാക്റ്റ് അല്ല. ഇത് റിയലിസ്റ്റിക്കാണ്. ചില ഒരു വരി കൂടി പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ശ്രീകൃഷ്ണൻ രാസക്രീഡ നടത്തി, അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുമ്പില് ഗോപികമാരുടെ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് ഭാഗവതത്തിലുണ്ട്. അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. അതാരും വായിക്കാറില്ല. ഒരു തിരുമേനിയും അതിനെക്കുറിച്ച് പറയാറില്ല. തിരുമേനിക്കും ഇത് ഇഷ്ടമാണ്, ഗോപികമാരുടെ വസ്ത്രമൊക്കെ കൊണ്ടുപോയ ശ്രീകൃഷ്ണൻ, നമുക്കൊരു രസം, കിടക്കട്ടെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഒരു രസത്തിലാണ് അവർ പോകുന്നത്. തൊട്ടടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു, അങ്ങ് ശ്രീകൃഷ്ണനെ അവതാരം എന്ന് പറയുന്നു, ധർമ്മ സംസ്ഥാപനത്തിന് വന്നു എന്ന് പറയുന്നു, അങ്ങനെയുള്ള ശ്രീകൃഷ്ണനാണോ ഈ വൃത്തികേടുകൾ കാണിക്കുന്നത്? എന്തോന്ന് രാസക്രീഡ? എനിക്ക് ശ്രീകൃഷ്ണന്റെ കഥയും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. ഇങ്ങനെ ഒരു ശ്രീകൃഷ്ണനെ ഞാൻ ബഹുമാനിക്കാൻ തയ്യാറല്ല. പരീക്ഷിത്ത് പറയുന്ന വലിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ സമയം എത്തുമ്പോൾ ഉച്ചയ്ക്ക് 12:30 മണിയാവും. അപ്പൊ ഇവിടെ വന്നിട്ട് നേരെ ക്ലോസ്. എന്നിട്ട് അതിന് ശ്രീശുക ബ്രഹ്മർഷി ഉത്തരം കൊടുക്കുന്നുണ്ട്. ഹേ പരീക്ഷിത്ത് മഹാരാജാവേ, ശ്രീകൃഷ്ണനെ കുറിച്ച് അങ്ങയുടെ ചോദ്യം റിയലിസ്റ്റിക് ആണ്, ഒറിജിനൽ ആണ്. ഇനി ഞാൻ അതിനുത്തരം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് 3 അധ്യായം ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ലോജിക്കൽ ആൻസർ ആണ്. വളരെ രസകരമാണ്. ഒരു വരി പോലും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും എതിരായിട്ടുള്ളതല്ല, അത് അംഗീകരിക്കാവുന്നത്. ഇങ്ങനെയും കൂടി നമ്മൾ പഠിക്കണം. നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് പറയുന്നു, വസിഷ്ഠ മഹർഷി സർവരെയും കൊണ്ട് അംഗീകരിപ്പിച്ചു, ശ്രീരാമനോട് മാത്രമാണ് കാട്ടിലേക്ക് പോകാൻ കൈകേയി പറഞ്ഞിരിക്കുന്നത്, സീതയോട് പോകാൻ പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ശ്രീരാമന്റെ സിംഹാസനത്തില് 14 വർഷം സീതാദേവി ഇരുന്ന് ഭരിക്കണം. ഇതെന്റെ അഭിപ്രായമാണ്, തീരുമാനമാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഫെമിനിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലേ? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതാക്കുന്നവര് ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീരാമൻ ഇല്ലാത്ത 14 വർഷം ഭരതനല്ല ഭരിക്കേണ്ടത്, ശ്രീരാമന്റെ ജസ്റ്റ് ഹാഫ് ആയിട്ടുള്ള സീതാദേവിക്കാണ് അതിന് അർഹത. സീതാദേവി രാജ്ഞിയായി ഭരിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്ന് ധർമ്മശാസ്ത്രം ഉദ്ധരിച്ചുകൊണ്ട് വേദവ്യാസൻ 5 പേജ് മറ്റുള്ളവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കുക. അത്ഭുതകരമായ വസ്തുത. 250 വർഷമായിട്ട് അമേരിക്കയിൽ ഇന്നും സ്ത്രീ പ്രസിഡന്റുമാരുണ്ടായിട്ടില്ല. അമേരിക്കയിൽ ഇന്നും സ്ത്രീകൾ പ്രസിഡന്റ് ആയിട്ടില്ല. എന്താ കാരണം? ലോകത്തിലെ സർവ്വതിന്റെയും പട്ടാളക്കാരായി നടക്കുന്നവർക്ക് ഒരു അമേരിക്കയിലെ സ്ത്രീ പ്രസിഡന്റിനെ ചിന്തിക്കാൻ സാധ്യമല്ല. ഇവിടെ ത്രേതായുഗത്തില് ഒരമ്മച്ചിയെ ചക്രവർത്തിനിയായിട്ട് സ്വീകരിക്കാൻ ഭാരതീയർക്ക് സാധിച്ചിരുന്നു. ഇതറിഞ്ഞുകൂടെങ്കിൽ എങ്ങനെയാ ഉത്തരം പറയുക? ഒരു ഉത്തരവും പറയാൻ സാധിക്കില്ല. തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ ഭാരതീയ ഈശ്വര സങ്കല്പത്തില് 5+1 6 ഭക്തികളുണ്ട്. 6 തരത്തിലുള്ള ഭക്തി. ഒരിക്കൽ കൂടി ഒറ്റ വരിയില്: ശാന്തഭാവ ഭക്തി, ദാസ്യഭാവ ഭക്തി, സഖ്യഭാവ ഭക്തി, വാത്സല്യഭാവ ഭക്തി, മാധുര്യഭാവ ഭക്തി, ശത്രുഭാവ ഭക്തി. 6 തരം ഭക്തിയും ലളിതാ സഹസ്രനാമത്തില് വിവരിക്കുന്നുണ്ട്. 6 തരം ഭക്തിയും സന്തോഷത്തോടുകൂടി പദാനുപദം ഒന്ന് നോക്കിയാൽ ഈ ഭക്തികളെല്ലാം വളരെ ഭക്തന്മാരോടുള്ള ദേവിയുടെ വീക്ഷണം സകലതും അവിടെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 3 വിഷയങ്ങൾ കഴിഞ്ഞു. 1 ഈശ്വരൻ, 2 ഈശ്വര രൂപം, 3 ഭക്തി, 4 വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ, ഒരു വിഷമവും ഇല്ല. എങ്ങനെയാ ഈശ്വരനെ ആരാധിക്കുക? 1 ശ്രവണം, 2 ദർശനം, 3 കീർത്തനം, 4 സ്മരണം, 5 അർച്ചനം, 6 വന്ദനം, 7 സമർപ്പണം, 8 സേവനം. ക്ലിയർ? ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം മറന്നുപോയല്ലേ? ഈ 8 പന്ഥാവാണുള്ളത്. ഇത് 8ഉം നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിൽ ജനിച്ച 108 കോടി ജനതയും മനസ്സിലാക്കണം. 8 തരം ആരാധനയാണ് ഉള്ളത്. ശ്രവണം, മന്ത്രങ്ങൾ കേൾക്കുക, ലളിതാ സഹസ്രനാമം കേൾക്കുക, നാമജപം കേൾക്കുക. കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ എല്ലാം ശ്രുതിയോടുകൂടി ജപിക്കണം. എത്രയാ ശബ്ദം വേണ്ടത്? ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 7 പേരിയ്ക്കുകയാണെങ്കിൽ 7ാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിലുള്ള ശബ്ദത്തിലാണ് ജപിക്കേണ്ടത്. വളരെ ഉറക്കെ ജപിക്കാൻ പാടില്ല, വളരെ പതുക്കെ ജപിക്കരുത്. നമ്മുടെ മാത്രം മനസ്സിന്റെ ഗുണത്തിന് വേണ്ടിയല്ല മന്ത്രം ജപിക്കുന്നത്, ചുറ്റുപാടും അതിന് സ്വാധീനമുണ്ടാകണം. ഗായത്രി മന്ത്രം, അതുപോലെ തന്നെ വേദമന്ത്രങ്ങള് ജപിക്കുമ്പോൾ അർത്ഥമറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അർത്ഥമറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഈ മന്ത്രത്തിന്റെ അർത്ഥമൊന്നും അറിയാതെ താൻ എന്തിനാണോ ജപിക്കുന്നത്. ചില മന്ത്രങ്ങളുണ്ട്, നല്ല രസാണ്. നമസ്വഭ്യോ ജാഗ്രഭ്യശ്ച വോ നമോ നമഃ, തിഷ്ഠഭ്യോ ധാവഭ്യശ്ച വോ നമോ നമഃ, സഭാഭ്യഃ സഭാപതിഭ്യശ്ച വോ നമോ നമഃ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ മന്ത്രം കേൾക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഇതുണ്ടല്ലേ? അർത്ഥം ചിലർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. ഈ സഭയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമസ്സഭാഭ്യ സഭാപതിഭ്യശ്ച. അരമണിക്കൂർ ഉഗ്രൻ പ്രഭാഷണം നടത്തിയ അധ്യക്ഷന് നമസ്കാരം. അപ്പോ സഭാപതിക്ക് നമസ്കാരം, സഭയ്ക്ക് നമസ്കാരം. നമസ്വപദ്ഭ്യ. ഇതിനകത്തിരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവന് നമസ്കാരം. നമോ ജാഗ്രഭ്യശ്ച. ഉറങ്ങാതെ ഇരിക്കുന്നവന്
നമസ്കാരം. ഇതിനകത്തിരുന്ന് ബോറടിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമസ്തിഷ്ഠഭ്യഃ, എഴുന്നേറ്റ് നിൽക്കുന്നവന് നമസ്കാരം. ആരെങ്കിലും പ്രതിപക്ഷമല്ലാതിരുന്നിട്ടും ബോയ്ക്കോട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമോ ധാവഭ്യശ്ച, ഇറങ്ങി പോകുന്നവന് നമസ്കാരം. ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അല്ലേ? സഭയ്ക്ക്, സഭാപതിക്ക്, ഉറങ്ങുന്നവൻ, ഉറങ്ങാത്തവൻ, എല്ലാവർക്കും. നമ യുവഭ്യോ ആസീനേഭ്യഃ, ഇരിക്കുന്നവന് നമസ്കാരം, യുവാക്കൾക്ക് നമസ്കാരം. നമ സേനാഭ്യ സേനാനിഭ്യശ്ച, സേനയ്ക്ക് നമസ്കാരം, സേനയുടെ നേതാവിന് നമസ്കാരം. അശ്വഭ്യ അശ്വപതിഭ്യശ്ച, കുതിരയ്ക്ക് നമസ്കാരം, കുതിരയുടെ മുകളിൽ ഇരിക്കുന്നവന് നമസ്കാരം. നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച, മുക്കുവന് നമസ്കാരം, വേടന് നമസ്കാരം. നമ കുലാലേഭ്യ കർമാരേഭ്യശ്ച, കുടമുണ്ടാക്കുന്നവന് നമസ്കാരം. CITU വർക്കേഴ്സിന് നമസ്കാരം, ഹെഡ് ലോഡ് വർക്കർക്ക്. കർമാരേഭ്യശ്ച, എത്ര രസമാണില്ലേ ഈ മന്ത്രം. പക്ഷെ ആ മന്ത്രത്തിന്റെ ശബ്ദത്തിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അത് കേൾക്കുമ്പോഴായി വൈബ്രേഷൻ ഉണ്ടാവുന്നത്. യവാഷ്ടമേ മാഷാഷ്ടമേ തിലാഷ്ടമേ മുദ്ഘാഷ്ടമേ ഖൽവാഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവശ്ച മേണവശ്ചമേ ശ്യാമാകാഷ്ടമേ നീവാരാഷ്ടമേ. ഇതെന്റെ ശബ്ദത്തിന്റെ മാത്രം മഹത്വമല്ല, ഒരു ഉഗ്രം മൈക്കാ തന്നിരിക്കുന്നത്, അതിൻ്റെ കൂടി മൈക്ക് ശബ്ദമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് എന്താണ്? അടുക്കളയിൽ അലമാരിയിലുള്ള സാധാരണമാണ്. ഉലുവ, കടുക്, ഉഴുന്നുപരിപ്പ്, അരി, ഗോതമ്പ്, മസൂർ ദാള്, തുവരപ്പരിപ്പ്, എള്ള്, ഇത്രയും സാധനമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം അറിഞ്ഞാൽ എന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ. പക്ഷെ ആ ശബ്ദത്തിന്റെ ഗണങ്ങൾ മുതിര, മുദ്ഘാഷ്ടമേ മുതിര, ഖൽവാഷ്ടമേ ഉലുവ, ഓരോന്നിന്റെയും പേരാണ്. മാഷാഷ്ടമേ ഉഴുന്നുപരിപ്പ്, മസുരാഷ്ടമേ മസൂർ ദാള്, തിലാഷ്ടമേ എള്ള്, പ്രിയങ്കവശ്ചമേ ഉലുവയുടെ മറ്റൊരു വിഭാഗത്തിലുള്ള സാധനം, ഗോധൂമാഷ്ടമേ ഗോതമ്പ്. ഇപ്പോ മന്ത്രം ചൊല്ലുമ്പോൾ അതിന്റെ സ്പിരിറ്റ് ഉണ്ടാവണം. ഇപ്പൊ മന്ത്രം കേൾക്കുമ്പോൾ വീട്ടിനകത്ത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് കാസറ്റ് വെക്കുക, ലളിതാ സഹസ്രനാമത്തിന്റെ കാസറ്റ്. നിങ്ങൾ ചൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ല മന്ത്രത്തിന്റെ കാസറ്റ് വെക്കുക. 110 രൂപ കൊടുത്താൽ ഒരെണ്ണം ചൊല്ലും. 9 അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അത് കേട്ടാലും മതി, മോക്ഷമൊന്നും കിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ മനസ്സിനകത്തും വീട്ടിനകത്തും ആധ്യാത്മിക ശാന്തി, ആദിഭൗതിക ശാന്തിക്ക് ഉജ്ജ്വലമാണ് ആ ചെറിയ പെട്ടിയില് മന്ത്രം വയ്ക്കുക. തിരുപ്പതി വെങ്കടാചലപതിയുടെ ഗായത്രി മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം, എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഒരു മിനിറ്റില് 4 പ്രാവശ്യത്തിൽ കുറയരുത്, 8 പ്രാവശ്യത്തിൽ കൂടരുത്. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുമ്പോൾ 4 പ്രാവശ്യത്തിൽ കുറയരുത്, 8 പ്രാവശ്യത്തിൽ കൂടരുത്. ഓം നമോ നാരായണായ 38 പ്രാവശ്യത്തിൽ കുറയരുത്, 62 പ്രാവശ്യത്തിൽ കൂടരുത്. ഓം നമ ശിവായ 42 പ്രാവശ്യത്തിൽ കുറയരുത്, 68 പ്രാവശ്യത്തിൽ കൂടരുത്. ഇതാണ് അതിന്റെ വേവ്സ്. ഇനി എണ്ണമൊന്നും നോക്കണ്ട, 40നും 60നും ഇടയ്ക്കാണെന്ന് ആലോചിച്ചാൽ മതി. അവിടെ ഒരാൾക്ക് വലിയ വിഷമം, ഇനി ഇതെങ്ങനെയാ ഈ എണ്ണ ഒന്ന് ശരിയാക്കാൻ. സാരമില്ല, അത് കുഴപ്പമില്ല കേട്ടോ. അതായത് ഏതാണ്ട് എല്ലാ നാമവും 40നും 60നും ഇടയ്ക്കാണ് ഒരു മിനിറ്റിൽ ജപിക്കേണ്ടത്. നമ്മുടെ ദേശീയ ഗാനത്തിനും ആ നിയമമുണ്ട്. നിങ്ങൾക്കറിയാലോ, സ്പീഡിൽ ജപിക്കാൻ പാടില്ല, വളരെ സ്ലോ ആവാനും പാടില്ല. എറൗണ്ട് 54 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം ജപിക്കേണ്ടത്. ആ 54 സെക്കൻഡിൽ നിന്ന് വളരെ കൂടാൻ പാടില്ല, വളരെ കുറവാവാൻ പാടില്ല. ഇത് തന്നെയാണ് നമ്മുടെ മന്ത്രങ്ങൾക്കെല്ലാം. ചിലപ്പോ ചിലര്, പ്രത്യേകിച്ച് നല്ല തമിഴ് ബ്രാഹ്മണര്, രുദ്രവും ചമകവും ജപിക്കുന്ന കണ്ടിട്ടുണ്ട്. വണ്ടി പുറത്ത് നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ ജപിക്കാൻ വരിക, എന്നിട്ടാണ് അടിക്കുക. നമസ്തേ രുദ്രമന്യോദൈഷവേനമ നമസ്തേ സ്തുതന്വനെ ബാഹുഭ്യാമധുവിനമയാതൈഷു ശിവതമാശിവം ബഭൂവതേതനു. ഇത് ശിവന് വേണ്ടിയാ ജപിക്കണത്, നമുക്ക് വേണ്ടിയല്ല. കാരണവർക്ക് വിഷമമൊന്നും തോന്നരുത്. അങ്ങേരെ ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിൽ എന്റെ മന്ത്രത്തിലൂടെ അങ്ങേരുടെ അസുഖം ഭേദമാവട്ടെ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയല്ല ജപിക്കേണ്ടത്. മന്ത്രം ജപിക്കുമ്പോൾ മനനേന ത്രായതേ ഇതി മന്ത്ര, മനനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നത് ഏതോ അത് മന്ത്രം. അതാണ് ചെവിയിലൂടെ കേൾക്കേണ്ടത്. നല്ല രീതിയിൽ കേൾക്കണം. എത്ര കേൾക്കാൻ സാധിക്കും അത്രയും കേൾക്കാം. അർത്ഥമറിയാതെ മന്ത്രം കേൾക്കുകയാണെങ്കിൽ തലച്ചോറിനകത്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നു. അർത്ഥമറിഞ്ഞുകൊണ്ട് മന്ത്രമോ കീർത്തനമോ ജപിക്കുകയാണെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും
സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ഉണ്ടാകുന്നു. ഈ രണ്ടു പേരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം. അപ്പൊ ശ്രവണത്തിലൂടെ ആരാധന നടത്താം, ദർശനത്തിലൂടെ കണ്ണ് വെച്ച് നല്ല രൂപത്തിലൂടെ ധ്യാനിക്കാം. ചിലപ്പോൾ ചിലർ കണ്ടിട്ടുണ്ടല്ലോ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നേരെ ഒന്ന് തൊഴുത് പിന്നെ കണ്ണടയ്ക്കും, കുറേ നേരം കൃഷ്ണ ആഗ്രഹം. വാഷിങ്ടണിൽ നിന്ന് വിമാനത്തിൽ കയറി എറണാകുളത്തെ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് റൂം എടുത്ത് ഡ്രസ്സൊക്കെ മാറി ഗുരുവായൂരിൽ ചെന്ന് കുളിച്ച് പിറ്റേ ദിവസം രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് വാകച്ചാർത്ത് കാണാൻ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ, പിന്നെ കണ്ണടയ്ക്കുകയാണ്. അപ്പൊ ഇപ്പുറത്തുള്ളവൻ ചോദിക്കുക, താൻ എന്ത് യൂസ്ലെസ് ഫെല്ലോ, വാഷിങ്ടണിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ശ്രീകോവിലിന്റെ മുമ്പിലെത്തിയിട്ട് കണ്ണടയ്ക്കുന്നു എന്നല്ലേ പറയാ? കണ്ണടയ്ക്കുന്നതാണ് ശരി, കണ്ണടയ്ക്കുന്നതല്ല തെറ്റ്, കണ്ണടയ്ക്കുന്നത് ശരി. ആദ്യമൊന്ന് കണ്ട് പുറത്തെ രൂപം അകത്തേക്കെടുത്ത് പിന്നെ അകക്കണ്ണുകൊണ്ടാണ് ഈശ്വരനെ കാണേണ്ടത്. അവിടെയാണ് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഷർട്ട് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ 40 സെക്കൻഡ്, ഷർട്ട് ഇടാതെയാണ് നിൽക്കുന്നതെങ്കിൽ 20 സെക്കൻഡ്, സ്ത്രീകളാണെങ്കിൽ 40 സെക്കൻഡ്. എന്തുകൊണ്ട് സ്ത്രീകൾ 40 സെക്കൻഡ്? അതുകൊണ്ട് തന്നെ 40 സെക്കൻഡ് നിൽക്കണം. നല്ല ചുമന്ന കളറ്, ഡീപ്പ് റെഡ്, ഡീപ്പ് ഗ്രീൻ, ഡീപ്പ് ബ്ലൂ, 3 കളറും അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇടാൻ പാടില്ല. സയന്റിഫിക് റീസൺസ് ഉണ്ട്. എനർജി ഡിസിപ്പേറ്റ് ചെയ്തു പോകും, ശരീരത്തിനകത്തേക്ക് എടുക്കില്ല. ബെസ്റ്റ് മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള ഏതെങ്കിലും സാരി ഉടുക്കണമെങ്കിൽ BJP ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതേപോലെ അതൊന്നും കിട്ടിയില്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ളത്, ഇതും കിട്ടിയില്ലെങ്കിൽ ലൈറ്റ് കളറുള്ള ഏതും ദർശനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഏതിനെയും മുമ്പിൽ കണ്ട് ആരാധിക്കുന്നത് ദർശനത്തിന്റെ ആരാധന. എങ്ങനെയാ ദർശനം എന്ന് ഓർമ്മിക്കാൻ പറ്റുമോ നോക്കുക. കരിങ്കല്ലിന്റെ പ്രതിമ, മാർബിളിന്റെ പ്രതിമ, വെട്ടുകല്ലിന്റെ പ്രതിമ, മരത്തിന്റെ പ്രതിമ, ലോഹത്തിന്റെ പ്രതിമ, ഒരു വിളക്ക്, ഒരു ഛായാചിത്രം, മനോരൂപം, 8 എണ്ണമാണ് ദർശനത്തിനുള്ളത്. നല്ല രസാണത്. ഉദ്ധവര് ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിന്റെ കാലശേഷം ആരാധിക്കേണ്ടത്? അപ്പോഴാണ് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്, ഒന്നുകിൽ കരിങ്കല്ലിന്റെ പ്രതിമ കൊണ്ട്, നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ മാർബിള്, അതല്ലെങ്കിൽ വെട്ടുകല്ലിന്റെ പ്രതിമ, അതല്ലെങ്കിൽ ദാരുശില്പം, അതല്ലെങ്കിൽ ലോഹത്തിന്റെ, പഞ്ചലോഹത്തിന്റെ, അതല്ലെങ്കിൽ വിളക്ക് വെച്ച് ആരാധിക്കുക, അല്ലെങ്കിൽ ചിത്രത്തില് ആരാധിക്കുക, അല്ലെങ്കിൽ മനോരൂപം. മനോരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാളികേരം എടുത്ത് വെച്ചിട്ട് പറയുക, ഇത് ഗണപതിയാണ്, കഥം, അത് ഗണപതി തന്നെ. അല്ലെങ്കിൽ പറയാ, ഒരു ചെറിയ കല്ലെടുത്ത് വെച്ചിട്ട് പറയുക, ഇതാണ് മഹാവിഷ്ണു, മനോരൂപമാണത്. അങ്ങനെ 8 രീതിയിൽ ദർശനത്തിലൂടെ ആരാധിക്കണം. അപ്പൊ ശ്രവണം, ദർശനം, 3 കീർത്തനം. കീർത്തനം ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കീർത്തനം ചൊല്ലാൻ സാധിക്കുന്നത് പരമാവധി 3 മിനിറ്റാണ്. 3 മിനിറ്റിൽ കൂടുതൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക? നമ്മുടെ മനസ്സിനെ പുറത്തേക്കും അകത്തേക്കും മനഃപൂർവ്വം കൊണ്ടുപോവുക. പറ്റുമോ? അത് മനഃപൂർവ്വം കൊണ്ടുപോവുക. മനസ്സിനെ തന്നെത്താനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വിടരുത്. അപ്പൊ എങ്ങനെയാ വിടുക? ഈ രൂപത്തിന്റെ അർത്ഥത്തിലൂടെ പോവാ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദീവകാര്യ സമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹുഃ സമന്വിത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക. അർത്ഥത്തിലൂടെ പോയി നോക്കാം, നല്ല രസം. അർത്ഥത്തിലൂടെ പോകുമ്പോൾ ശബ്ദം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്ലോ ആവും. എന്താ കാരണം? മനസ്സ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ മാറി മാറി അർത്ഥത്തിലേക്ക് പോകുന്നു. എന്തിലൂടെ പോകുന്നു? അർത്ഥത്തിലൂടെ മാറി മാറി പോകുന്നു. ഒറ്റ ഫോക്കസിൽ മനസ്സ് നിൽക്കാനാണ് 3 മിനിറ്റ്. പക്ഷെ മാറി മാറി പോയാൽ മനസ്സ് നിൽക്കും. അതുകൊണ്ട് നമ്മുടെ കീർത്തനം ചൊല്ലുമ്പോൾ അക്ഷരശുദ്ധിയോടുകൂടി പ്രസന്ന വദനത്തോടുകൂടി ചൊല്ലണം. എന്ത് ദുഃഖമുണ്ടെങ്കിലും കീർത്തനം ചൊല്ലുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ചൊല്ലുക.
ദൈവമേ കൈതോഴാം കേൾക്കുമാറാകേണം പാവമാമെന്നെ നീ കാക്കുമാറാകേണം ദുഷ്ടസംസർഗം വരാതെ ആയിടണം. മനസ്സിനകത്ത് സ്പർശിക്കൂലേ ആ വരികൾ? എത്ര ഭംഗിയായിട്ട് അകത്തേക്ക് പോകുന്നത്. അതേ രീതിയിൽ അക്ഷരങ്ങൾ നിർത്തി നിർത്തി വേണം ചൊല്ലാൻ. ഒരു നിർബന്ധവുമില്ല. ലളിതാ സഹസ്രനാമം തുടങ്ങിയാൽ അവസാനം വരെ വായിക്കണം എന്നിട്ടേ നിർത്താവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് 101-ാമത്തെ 201-ാമത്തെ 401-ാമത്തെ 501-ാമത്തെ 751-ാമത്തെ വരുമ്പോ ഒന്ന് മാർക്ക് ചെയ്തു വെച്ചേക്കാം. കുറച്ച് നേരേ ഉള്ളൂ എങ്കിൽ 101 ചൊല്ലുക. കുറച്ചും കൂടി നേരം ഉണ്ടെങ്കിൽ 201 ചൊല്ലുക. കുറച്ചും കൂടി നേരം ഉണ്ടെങ്കിൽ 401 ചൊല്ലുക. ഒട്ടും നേരം ഇല്ലെങ്കിൽ ആ ധ്യാന ശ്ലോകം മാത്രം ചൊല്ലിയിട്ട് നാളെ വന്ന് ബാക്കിയുള്ളത് പറ്റുമെങ്കിൽ ചെയ്തേക്കാം, ഇല്ലെങ്കിൽ എന്താ വേണിച്ചാൽ ചെയ്തോളാൻ പറയാം. എന്നിട്ട് എഴുന്നേറ്റ് പോവാം. ഒരു കുഴപ്പമില്ല. ഈശ്വരനോട് സംസാരിക്കുമ്പോൾ പരിധിക്കപ്പുറം ഭവ്യതയൊന്നും വേണ്ട. ചിലപ്പോ ഒക്കെ ഞങ്ങൾ ഈശ്വരനോട് സംസാരിക്കുന്ന കേട്ടിച്ചാൽ നിങ്ങൾക്ക് പേടി തോന്നും. ഈ ഗോപാലകൃഷ്ണൻ എന്താ ഈശ്വരനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഭാഗവത സത്രത്തിന് പ്രഭാഷണത്തിന് പോകുമ്പോൾ ചങ്ങനാശ്ശേരി മുതൽക്ക് തിരുവല്ല വരെ ബ്ലോക്കാണ്, മൊത്തം ബ്ലോക്ക്, ട്രാഫിക് ബ്ലോക്ക്. അപ്പൊ കൃഷ്ണനെ വിളിച്ചു പറഞ്ഞു, വേണമെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോവാ, വേണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട, എനിക്ക് പ്രഭാഷണം നടത്തുന്നത് വലിയ നിർബന്ധമൊന്നുമില്ല എന്നാ കൃഷ്ണനോട് പറഞ്ഞത്. കയ്യോടെ കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാമോ? കൃഷ്ണൻ എന്ന് വെച്ചാൽ മനസ്സിലായില്ല, മന്ത്രിയുടെ പേരൊന്നും അല്ല, മറ്റേ പാർട്ടിയുടെ പേര്. ഒരു ആംബുലൻസ് ഒരു അസാധാരണമാം വിധം ഹോണും അടിച്ചോണ്ട് ആംബുലൻസിന്റെ സൗണ്ട് ഇട്ടുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പില്, അവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ല വരെ ആ വണ്ടിയുടെ പുറകിൽ അടിച്ചു മിന്നിച്ചോണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഡ്രൈവർ, അദ്ദേഹം പുറത്തുണ്ട്, കുമാർ എന്നാ പേര്, അവിടം വരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആംബുലൻസിന്റെ അകത്ത് നോക്കിയപ്പോൾ ഡ്രൈവർ അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പൊ ഇയാൾ എന്തിനാ ഈ ഹോൺ അടിച്ചത്? അപ്പൊ അത് കൃഷ്ണൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഹോൺ അല്ലാതെ അകത്ത് ഡെഡ് ബോഡി ഇല്ലെങ്കിൽ ആംബുലൻസിൽ ഹോൺ വെക്കാനുള്ള യാതൊരു പ്രൊവിഷനും ഇല്ല. ഒരു പ്രൊവിഷനും ഇല്ല. റോഡ് നിറച്ച് പോലീസുകാരുണ്ട്. ഏതോ മന്ത്രി വന്നിട്ടാണ് ഈ ബ്ലോക്ക് ആയത്. ആ പോലീസുകാർ ആരെങ്കിലും ആംബുലൻസിനകത്ത് നോക്കിയിരുന്നെങ്കിൽ ഇയാളെ പിടിച്ചവിടെ കിടത്തുമായിരുന്നു അതിനകത്ത്, ഈ ഡ്രൈവറെ. അതാണ് ചിലപ്പോ ഈശ്വരനോട് സംസാരിക്കുമ്പോ ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കുക. ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം മാതിരി ചെയ്യുക. ഭവ്യതയൊക്കെ കാണുമ്പോഴാണ് ഈശ്വരന് തോന്നുന്നത് കള്ളത്തരം കൂടുതലാണെന്ന്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓർമ്മിക്കുക, കീർത്തനം ചൊല്ലുമ്പോൾ ഭംഗിയായിട്ട് കീർത്തനം. അപ്പൊ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വര ഞാനിത് ചെയ്യാണ്, അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം. ഒരു വരി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ കാല് പിഴക്കില്ല. സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള അറിവുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്. അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. കൃഷ്ണൻ എന്താ അർജുനോട് പറഞ്ഞത്? ഹേ അർജുന, ഐ നോ pretty well that you are my closest friend. Time being, forget about all other things. Just to follow my words. I will protect you from all other sins. ഇയാൾ എന്തിനാ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഞാൻ ആലോചിക്കാറുണ്ട്. കൃഷ്ണൻ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞില്ലെങ്കിലും ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതായത് അത് ഇംഗ്ലീഷിൽ പറയുമ്പോഴായാലും ചില രസം അല്ലേ? For the time being, forget about all other things. Follow my words. I will protect you from all your sins. ഇത് മലയാളത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും? ഇത് ഇ കെ നായനാർ പറയുകയാണെന്ന് വിചാരിക്കുക, എങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഭക്തിയുടെ ഭാവമല്ല, ഓർഡറാണ് അവിടെ. അപ്പോ ആ ഈശ്വരന്റെ മുമ്പില് സ്മരണം. എന്തു ചെയ്യുമ്പോഴും മക്കളോട് പറയണം, മക്കളെ, നമ്മളെല്ലാം ചെയ്യുന്ന പ്രവൃത്തിക്കൊരു സാക്ഷിയുണ്ട്. സാ പ്ലസ് അക്ഷി, സാക്ഷി. എന്താ അതിന്റെ അർത്ഥം? കണ്ണോട് കൂടിയവൻ ആരാണോ അവനാണ് സാക്ഷി. ഇതെല്ലാം കാണുന്ന ഒരാള് നമ്മുടെ മുമ്പിലുണ്ട്. അവന്റെ മുമ്പില് ഒന്നും മറയ്ക്കാൻ സാധ്യമല്ല. സത്യം പറയുക, ധർമ്മം ചെയ്യുക, നന്മകൾ ചെയ്യുക, ഒരു കാരണവശാലും തലക്കനം കാണിക്കരുത്. ഇതെല്ലാം മക്കളോട് പറയണം.
എത്ര വലിയവനാണെങ്കിലും അടുത്ത കാലത്ത് എനിക്ക് മഹാഭാഗ്യത്തിന് പുട്ടപർത്തിയിൽ നിന്ന് സായിബാബയുടെ അവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടി. ആഗസ്റ്റ് 17 സ്വാമിയുടെ സന്നിധിയിൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് പ്രഭാഷണം നടത്തണമെന്ന്. അതെന്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു എന്താ പറയാ, ഒരു ഇൻവിറ്റേഷൻ. ചിന്തിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഉള്ള അവസ്ഥയിൽ ജസ്റ്റ് അവിടെ പോയി വന്ന ഒരു അതിപ്രഗത്ഭനായ വ്യക്തി അദ്ദേഹം എഴുതിയിരിക്കുക. ആരാണ്? UNO സെക്രട്ടറി ജനറൽ ആവാൻ ഇന്ത്യയുടെ നോമിനി ആയിട്ടുള്ള തരൂർ. അദ്ദേഹം എഴുതിയ വരിയാണ്. അദ്ദേഹം സായിബാബയുടെ അടുത്ത് പോയപ്പോ ഗേറ്റ് ഒരാള് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടപർത്തിയിൽ ഗേറ്റ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചെന്ന് അങ്ങേരോട് ചോദിച്ചു, നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്തിനായി ഗേറ്റ് കഴുകുന്നത്? യുവാക്കളെ ആരെങ്കിലും വിട്ടൂടെ? ചോദിച്ചു. ഇങ്ങൾക്ക് വയസ്സൊന്നും ആയിട്ടില്ല, ഇത്ര പ്രായത്തിൽ എന്തിനാണെന്ന് ഉദ്ദേശിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറെ സംസാരിച്ചു. അതല്ല, എന്തെങ്കിലും ചെയ്യണം ഇവിടെ വന്നിട്ട്, അത്രേ ഉള്ളൂ. സ്വാമി പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നു. കുറെ കഴിഞ്ഞതിന് ശേഷം തരൂർ ഇങ്ങനോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. അപ്പോഴാണ് ആസാമിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ്. ആസാമിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ് പുട്ടപർത്തിയിൽ ഗേറ്റ് കഴുകുന്നത്. അപ്പൊ എനിക്ക് തോന്നി, നമ്മളുടെയൊക്കെ തലക്കനം, നിങ്ങളുടെ അല്ല, ഒക്കെ തലക്കനം എത്രയാ ഉള്ളത്. നമ്മളൊക്കെ ധരിക്കുന്നു ഞാനില്ലെങ്കിൽ ഈ ലോകം മൊത്തം ഇടിഞ്ഞു വീഴുമായിരുന്നു, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, യൂസ്ലെസ് ഫെല്ലോ അല്ലേ. നമ്മുടെ തോന്നലാണ്. ആ തോന്നൽ ഇവിടെ എല്ലാമാണ് ഈ സ്മരണം കൊണ്ട് ഞാൻ നിന്റെ കയ്യിൽ ഒരു ആയുധം മാത്രമാണ് ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. സ്മരണം നിമിത്തമാത്രം ഭവസവ്യസാചിൻ, നീയൊക്കെ എന്റെ കയ്യിൽ വെറും ഉപകരണമാണ് അർജുന എന്ന് കൃഷ്ണൻ പറഞ്ഞ് ആ വരി ഈശ്വരനോട് പറയാൻ, നമ്മളെക്കുറിച്ച് പറയാൻ വേണ്ടി വിട്ടുകൊടുത്തേക്ക. അങ്ങയുടെ മുമ്പില് ഇടത്തെ കൈ ഞാൻ നീട്ടുന്നു, ഈ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് എന്നെ നടത്തുക, അങ്ങ് പറയുന്നതും ചെയ്യുന്നതും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഐ ആം ഇൻഡെപ്റ്റഡ് ടു യു എന്നൊന്ന് പറഞ്ഞു നോക്ക. എന്ത് സുഖാണെന്നറിയാമോ? ഒരു വിഷമവും ഇല്ല. ഇനി ഞാൻ വണ്ടിയിൽ പോയി ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് പോയി, വണ്ടി ഒരൊറ്റയിടി വണ്ടി തെറിച്ചുപോയി, എന്റെ സ്കൂട്ടർ. അപ്പോഴും ഞാൻ പറഞ്ഞു, നിമിത്തമാത്രം ഭവസവ്യസാചി. ഇരുന്നിട്ട് പിന്നെ പറഞ്ഞു, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതകച്ചതി. നല്ലത് ചെയ്യുന്ന പാർട്ടീസിന് അത്ര ദുർഗതി ഉണ്ടാവില്ല. കാലും കയ്യും ഒക്കെ നോക്കിയപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. സ്കൂട്ടറിനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പുറത്തെ പെട്രോൾ പമ്പിൽ നിന്ന് 2-3 പേര് വന്നു, സ്കൂട്ടർ എടുത്തു വെച്ചു. നമ്മുടെ ACVയിൽ വരുന്ന സാറല്ലേ, സാറിന് പെട്രോൾ ഇന്ന് ഫ്രീ ആയിട്ട് അടിച്ചു തന്നേക്കാം. അപ്പൊ വീണത് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം കിട്ടി. അപ്പൊ അങ്ങയുടെ കയ്യിൽ നമ്മളൊരു നിമിത്തം മാത്രം ശരിക്ക് സ്മരണ കൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെ. സമയം വളരെ വൈകുന്നു എന്ന് എനിക്കറിയാം. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, കൈ തൊഴുതുകൊണ്ട് പറയാ, ഈശ്വര തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, മാർഗനിർദ്ദേശം തരിക. 26,500ഓളം ദിവസം ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് 24,000 പ്രാവശ്യം ശ്വസിക്കുന്നുണ്ട്. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എവ്രി ബ്രീത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. TS എലിയട്ടിന്റെ വരി. എവ്രി ബ്രീത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ശ്മശാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം. അങ്ങയെ എന്നും ഓർമ്മയുണ്ട്. ഒന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു നോക്കുക, ശരീരത്തിന്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കില്ല. വന്ദനം തൊഴുതുകൊണ്ട് പറയാൻ സാധിക്കണം. വന്ദിക്കുമ്പോൾ ഈശ്വരന്റെ മുമ്പില് അതാണ് ഭക്തി. ഷോ അല്ല ഭക്തി. അർച്ചിക്കുക, കയ്യിലുള്ളത് എന്തോ അർച്ചിക്കുക. നിങ്ങൾക്കറിയാം, ശരശയ്യയിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ കൃഷ്ണൻ വന്നപ്പോ പറഞ്ഞു, കൃഷ്ണ, നീ ദുര്യോധനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു, അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു, ചെറുപ്പത്തിലെ യശോദയ്ക്കും കൂട്ടുകാർക്കും വിശ്വരൂപം കാണിച്ചു കൊടുത്തു. നിന്നെ ഇത്രയും അറിയാവുന്ന ഭീഷ്മ പിതാമഹൻ ഇന്നുവരെ വിശ്വരൂപം കാണാൻ സാധിച്ചില്ല കൃഷ്ണ, ഒന്ന് കാണിച്ചു തരിക. അപ്പോഴാണ് കൃഷ്ണൻ അവിടെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. ഭീഷ്മ പിതാമഹന് എഴുന്നേൽക്കാൻ സാധ്യമല്ല, ശരശയ്യയിൽ കിടക്കുകയാണ്. വെറുതെ കയ്യില് മനസ്സ് വെച്ച്
ഓം വിശ്വം വിഷ്ണുവഷത്കാരോ ഭൂതഭവ്യഭവത് പ്രഭോ ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി. എത്ര രസകരമായ വിഷ്ണു സഹസ്രനാമത്തിലൂടെ മനോപുഷ്പങ്ങള്, കയ്യിലൊന്നുമില്ല, അർച്ചന നടത്തി. അത് പുഷ്പങ്ങളായിട്ട് ശ്രീകൃഷ്ണന്റെ കാലിൽ ചെന്നു വീണു. ഇതാണ് അർച്ചനം, ഇതാണ് അർച്ചന, ഇതാണ് അർച്ചന. അപ്പോൾ വന്ദനം, അർച്ചനം. ഒന്നുകൂടി പുറകോട്ട് പോകാം. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, അതുപോലെ തന്നെ സേവനം. എല്ലാ സ്ഥലത്തും മറ്റുള്ളവരെ സേവിക്കാം. സനാതനധർമ്മത്തെ സമഗ്രമായി സേവിക്കുക. ലോകാ സമസ്ത ഹൈന്ദവാഹ സമസ്ത. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? പിന്നെന്തിനാ നിങ്ങൾ പറഞ്ഞത്? ഭാരതീയാഹ സമസ്ത. ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾ മാത്രം നന്നാവട്ടെ എന്ന്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭാരതീയർ മാത്രം നന്നാവട്ടെ എന്ന്. ന്യൂ ഓർലിയൻസിലും അതിന്റെ ചുവട് ഭാഗത്തും കത്രീനയും റീത്തയും വിൽമയും സ്റ്റാൻസയും ബീറ്റയും ആഞ്ഞടിച്ചപ്പോൾ, ഈ പേരുകൾ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ചുഴലിക്കാറ്റിന്റെ പേരാണ്, ലോകസുന്ദരിമാരുടെ പേരൊന്നുമല്ല. അത് ആഞ്ഞടിച്ചപ്പോൾ ഓർമ്മിക്കുക, വത്തിക്കാനിൽ നിന്ന് ഒരാളും സഹായിക്കാൻ അവിടെ പോയില്ല. സൗദി അറേബ്യയിൽ നിന്ന് സഹായിക്കാൻ ആരും പോയില്ല. ഇവിടെ മാതാ അമൃതാനന്ദമയ്യുടെയും ശ്രീ ശ്രീ രവിശങ്കറിന്റെയും സ്വാമി സത്യസായി ബാബയുടെയും ചിന്മയ മിഷന്റെയും മുഴുവൻ അമേരിക്കയിലുള്ള പ്രവർത്തകരും ന്യൂ ഓർലിയൻസിലേക്ക് എത്തി. കയ്യിൽ നിന്ന് പൈസ മുടക്കി, വീടുകളിൽ നിന്ന് ഭക്ഷണം എത്തിച്ച് കണ്ണുനീര് തുടച്ചത്. എന്തുകൊണ്ട് ഭാരതീയർക്ക് ഇത് സാധിച്ചു? ഈശ്വരാരാധനയാണ് സേവനം, ഈശ്വരാരാധനയാണ് സേവനം. ഗുരുജിയെല്ലാം ശ്രീ ശ്രീ രവിശങ്കർ അവിടെ ചെന്ന് ഓരോരുത്തരുടെ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മ അവിടെ ചെന്ന് മാസ് റീഹാബിലിറ്റേഷൻ പ്രോസസ് എടുത്തു. മാതാ അമൃതാനന്ദമയി ചിന്തിക്കാൻ പറ്റുമോ? അമ്മ അവിടെ ചെന്നിട്ട് സായിബാബയുടെ പ്രവർത്തകര്, സത്യസായി സേവാസമിതി രാപ്പകല് വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവിടെ ഉള്ളവര് വീട് നശിച്ചവരുടെ വീടിനകത്ത് കയറി സാധനങ്ങൾ കക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പരമപവിത്രമായ ഭാരതത്തില് ദാരിദ്ര്യമുണ്ട്, കൈക്കൂലിയുണ്ട്, സ്ലമ്മുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. മൂല്യങ്ങൾ ഇവിടെ നശിച്ചിട്ടില്ല. ഇവിടെ മൂല്യങ്ങളുണ്ട്, ഭക്തിയുണ്ട്, ആരാധനയുണ്ട്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇവിടെ സർവേ എന്ന സ്ഥലത്ത് ഭാരതീയരെന്നും ഹിന്ദുക്കളെന്നും നമ്മൾ പറഞ്ഞില്ല. കർക്കടകത്തിലെ കറുത്ത വാവിന് പിതൃകർമ്മം ചെയ്ത് അവസാനത്തെ മന്ത്രം എള്ളു പിടിച്ചുകൊണ്ട് ചൊല്ലുന്നൊരു തർപ്പണമുണ്ട്. മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവ ച ഗുരുശ്വശുരബന്ധൂനാം യേചാന്യേ ബാന്ധവാമൃത. അമ്മയുടെ വംശത്തിൽ ജനിച്ച എല്ലാവർക്കും, അച്ഛന്റെ വംശത്തിൽ ജനിച്ച എല്ലാവർക്കും, ഗുരു ശ്വശുരൻ ബന്ധുക്കള് അവരുടെ വംശത്തിൽ ജനിച്ച എല്ലാവർക്കും ഏമേ കുലേ ലുപ്തപിണ്ഡാഹ പുത്രധാര വിവർജിത. എന്റെ കുലത്തിൽ ജനിച്ച പിണ്ഡം കിട്ടാതെ വലയുന്നവര്, ഭാര്യയും മക്കളുമില്ലാതെ മരിച്ചവര് എല്ലാവർക്കും ഞാൻ പിണ്ഡബലി സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് താഴത്തേക്ക് വന്ന് അവസാനത്തെ വരി സപ്ത ദ്വീപനിവാസീനാം പ്രാണീനാം അക്ഷയ്യമുപതിഷ്ഠതു. 7 കോണ്ടിനെന്റിൽ വസിക്കുന്ന സർവജീവജാലങ്ങൾക്കും നന്മ വരുത്തേണമേ ജഗദീശ്വര എന്ന് പറഞ്ഞിട്ടാണ് അവസാനത്തെ തർപ്പണം. 7 കോണ്ടിനെന്റില് സപ്ത 7 ദ്വീപ കോണ്ടിനെന്റില് നിവാസീനാം നിവസിക്കുന്ന പ്രാണീനാം ജീവജാലങ്ങൾക്ക് ആരാധനം
ഇവനെ കൊണ്ടുപോയി താമസിപ്പിച്ചില്ല. ഒരു അമേരിക്കക്കാരനും ചെയ്തില്ല, ഇന്ത്യക്കാര് ചെയ്തു. വാഷിംഗ്ടൺ പോസ്റ്റ് എഴുതി, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻസ് ഇൻ എ ബെറ്റർ വേ. ഇന്ത്യക്കാരെയും ഭാരതത്തെയും കുറെ കൂടി നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് സേവനം, ഇതാണ് സേവനം. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് ആർട്ടിക് ഓഷ്യന്റെ അടുത്ത് 1.5 വർഷം കനേഡിയൻ ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. 1.5 വർഷം അവിടെ ഡിസംബർ ജനുവരി മാസത്തില് പുറത്തെ ടെമ്പറേച്ചർ -45 ഡിഗ്രി സെന്റിഗ്രേഡ്. കാറ്റും അടിച്ചാൽ ഒരു 15 ഡിഗ്രി കൂടി ചേരും, -65. പുറത്തെങ്ങാനും ഇറങ്ങി ചെവിയുടെ അല്പം ഭാഗമോ മൂക്കിന്റെ അറ്റമോ ചുണ്ടോ പുറത്തുണ്ടെങ്കിൽ ആംബ്യൂട്ടേഷൻ ചെയ്യണം, കാരണം ഫ്രോസൺ ടു ഡെത്ത്. ആ സമയത്തും റെഡ് ഇന്ത്യക്കാര് ഒരു ഭക്ഷണവും കഴിക്കാനില്ലാതെ റോഡിന്റെ പല സ്ഥലത്തും വീണ് കിടക്കുന്നത് കാണാം. ഭാരതത്തിലെ സത്യസായി സേവാ സമിതിയിലെ ആൾക്കാർ മാത്രം, സത്യസായി സേവാ സമിതിയിലെ പ്രവർത്തകർ മാത്രം വണ്ടിയുമായി ഇറങ്ങി ഇവർക്ക് ഡ്രസ്സ് കൊടുത്ത് ഇവരെ ഓരോ സ്ഥലത്താക്കി ഒരാഴ്ച കഴിക്കാനുള്ള വ്യത്യസ്ത ബ്രെഡും ബിസ്ക്കറ്റുമെല്ലാം കൊടുത്ത് അവരെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫോട്ടോഗ്രാഫറും അടുത്തുണ്ടാവില്ല, ഒരു പത്രത്തിലെ വാർത്തയും വരുത്താൻ അവർ നിൽക്കില്ല. ഇതാണ് സേവനം, ഇതാണ് സേവനം. നരസേവ, നാരായണ സേവ. ഇതാണ് യഥാർത്ഥത്തില് ഭാരതത്തിന്റെ ആത്മീയത, സമർപ്പണം. നമുക്കെന്തുണ്ടോ അത് മറ്റുള്ളവർക്കും അല്പം കൊടുക്കുക, അല്പം സമർപ്പിക്കുക. പാലക്കാടില് പലരെയും പരിചയപ്പെട്ടു. കേരളത്തിലെ മറ്റൊരു ജില്ലയിലുമില്ലാത്ത പ്രത്യേകത പാലക്കാടിലുണ്ടെന്നറിഞ്ഞു. ഒരു പക്ഷേ എനിക്കൊരു പ്രാർത്ഥന കൂടിയുണ്ട്, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അത് പാലക്കാടാവണമെന്നൊരാഗ്രഹം സത്യത്തില്. കാരണം എവിടെയെല്ലാം പോകുമ്പോഴും വളരെ ശാന്തരായ വ്യക്തികൾ, വളരെ സൈലന്റാ. അവരെ കണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശങ്കരനാരായൺജി പറയുന്നത്, മുസ്ലിം പള്ളിയിൽ ഭക്ഷണം കഴിക്കാനില്ലെന്ന് പറഞ്ഞു വന്നാൽ അവിടേക്കും കൊടുക്കും 10,000, അമ്പലത്തിലേക്കും കൊടുക്കും 10,000. എവിടെ വന്നാലും അദ്ദേഹം കാശ് കൊടുക്കും. അവനവൻ എത്ര ഉണ്ടെന്ന് നോക്കില്ല. ഇങ്ങനെ എത്ര പേരെയാ ഇന്നലെയും ഇന്നും മാത്രമായിട്ട് കണ്ടത്. ഇതിനു മുമ്പ് കുറെ പേരെ കണ്ടിട്ടുണ്ട്. ഈ 2 ദിവസത്തിൽ തന്നെ 10-12 പേരെ കണ്ടു. ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട്. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. എത്ര സാധിക്കുന്നോ അത്രയും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് ചിലർ അബദ്ധത്തിൽ പറയാറുണ്ട്, പോട്ടെ, അത് തന്നെയാണ് ആളെ ഉദ്ദേശിച്ചത്. അലക്സാണ്ടർ മരിക്കാൻ പോകുന്ന സമയത്ത് ഫിലിപ്സിനെയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, എന്റെ ഡെഡ് ബോഡി കോഫിൻ, ശവപ്പെട്ടിക്കകത്ത് വെക്കുമ്പോൾ 2 കൈയും പുറത്ത് ഇട്ടതിന് ശേഷം വേണം ആണിയടിക്കാൻ. അപ്പോ ഫിലിപ്സിനൊക്കെ സംശയം, കൈ പുറത്തിട്ടിട്ട് പെട്ടിക്ക് ആണിയടിച്ചാൽ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ലേ? അപ്പോ ഇദ്ദേഹം അലക്സാണ്ടർ പറഞ്ഞു, ഇവിടെ വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ എന്റെ കയ്യ് പുറത്തുണ്ടാകണം. ഈ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇവിടെ നിന്ന് വെട്ടിപ്പിടിച്ചത് ഈ ശരീരം പോലും നിങ്ങൾ കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഈ പരമമായ സംസ്കാരത്തിന്റെ, ഈ രാഷ്ട്രത്തിന്റെ, ഈ ജനതയുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈശ്വരനെക്കുറിച്ച്, ഈശ്വര രൂപങ്ങളെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച് നിങ്ങൾ ഇന്ന് കേട്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കണ്ണടച്ച് ഒന്നുകൂടി ചിന്തിച്ച് നിങ്ങൾ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിച്ച് ധന്യമായ ഭാരതത്തെ പൂർവോജ്വലമാക്കണമെന്ന് നിങ്ങളുടെ കുടുംബാംഗം എന്ന നിലയിൽ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ ശാക്തേയം എന്ന പരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന എല്ലാ വ്യക്തികൾക്കും 7 തലമുറ
7 ജന്മം സുഹൃതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്നും എൻ്റെ മുമ്പിലിരിക്കുന്നതിൽ ഒരൊറ്റ ആള് പോലും ഇത്രയും സമയം വാച്ചു നോക്കിയില്ല, ഒരാൾ പോലും കൂട്ടുവായ വിട്ടില്ല. ആ മൂലയ്ക്ക് ഒരാൾ ഒഴികെ ബാക്കി ആരും കൂട്ടുവായ വിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് കൂട്ടുവായ വിടാതെ വാച്ചു നോക്കാതെ ഇരുന്നു? ഒരു ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളിരുന്നത്. ആ വിഷയം നിങ്ങളുടെ മനസ്സിൽ എന്നുമെന്നും ഉണ്ടായിരിക്കണമേ. കർമ്മമണ്ഡലത്തിലെ ഇച്ഛാശക്തി, അറിവ് നേടുമ്പോൾ ലഭിക്കുന്ന ജ്ഞാനശക്തി, അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ക്രിയാശക്തി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ. നിങ്ങൾക്ക് എൻ്റെ പ്രണാമം, നമസ്കാരം.